بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ വചനങ്ങൾ, ഉപ്പാപ്പ തന്നെ ഉപ്പാപ്പയെ പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ വരികൾ, അതാണ് അവിടുത്തെ കവിതകൾ സമാഹരിച്ച ദീവാനുൽ ജീലാനിയിൽ പറയുന്നത്. ദീവാനുൽ ജീലാനി എന്ന ഗ്രന്ഥത്തിൽ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ അവിടുത്തെ പരിചയപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പദ്യമായും ഗദ്യമായും വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പരിശുദ്ധമായ ഖാദിരിയ തരീഖത്തിന്റെ വഴിയിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപ്പാപ്പയുടെ ഓരോ വരികളും ഓരോ വചനങ്ങളും നമുക്ക് ആവേശമാണ്, ആശ്വാസമാണ്, സാന്ത്വനമാണ്, പ്രതീക്ഷയാണ്, എല്ലാമാണ്. ഉപ്പാപ്പ പറയുന്നു, ദീവാനുൽ ജീലാനി എന്ന കിതാബിന്റെ 121 പേജ് മുതലാണ് വിശദീകരിക്കുന്നത്. سقاني حبيبي من شراب ذوي المجد فأسكرني حقا فغبت على وجدي. سقاني حبيبي, എൻ്റെ ഹബീബ് അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ കുടിപ്പിച്ചു. മിൻ ശറാബിൻ ദവിൽ മജ്ദി, മഹത്തായ പാനീയം അല്ലാഹു എന്നെ കുടിപ്പിച്ചു. അസ്കറനി ഹഖാ, അങ്ങനെ അല്ലാഹു എന്ന പാനീയം ഞാൻ കുടിച്ചപ്പോൾ ഞാൻ ശരിക്കും ആ മസ്തിലായി, അല്ലാഹുവിൽ ലയിച്ചു പോയി. ഫഗിബ്തു അലാ വജ്ദി, ആ വജ്ദിൽ ഞാൻ മറഞ്ഞു പോയി. وأجلسني في قاب قوسين سيدي على منبر التخصيص في حضرة المجد. وأجلسني, الله سبحانه وتعالى എന്നെ ഇരുത്തി. في قاب قوسين, قاب قوسين മഖാമിലാണ് ഇരുത്തിയത്. സയ്യിദി, എൻ്റെ സയ്യിദായ എൻ്റെ റബ്ബ്, എൻ്റെ യജമാനനായ റബ്ബ് ഖാബ ഖൗസൈനി മഖാമിൽ എന്നെ ഇരുത്തിരി.
അലാ മിംബരി തഖ്സീസ്, പ്രത്യേകമായ മിമ്പറിലാണ്, സിംഹാസനത്തിലാണ് എന്നെ ഇരുത്തിയത്. ഈ ഹളറത്തിൽ മജ്ദി, അല്ലാഹുവിൻ്റെ മഹത്തായ ഹളറത്തിൽ. ഈ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന് സൂറത്തുൽ ഖമറിൽ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഹളറത്തിൽ, ഏറ്റവും ഉന്നതമായ സിംഹാസനത്തിൽ, ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയെ പറ്റി അല്ലാഹു പറഞ്ഞ ഖാബ ഖൗസൈനി മഖാമിലാണ് അല്ലാഹു എന്നെ ഇരുത്തിയത്. അജ്ലസനി, അല്ലാഹു എന്നെ ഇരുത്തി എന്നാണ് ഖൗസുല്ലാ തങ്ങളുപ്പാപ്പ പറഞ്ഞത്. ഹളറതു മഅൽ അഖ്താബി ഫീ ഹളറത്തിൽ ലിഖാ ഫഗബ്തു ബിഹി അൻഹും വശാഹദ്തുഹു വഹദീ. ഹളർത്തു, ഞാൻ ഹാജറായി, മഅൽ അഖ്താബ്, എല്ലാ ഖുതുബീങ്ങളോടൊപ്പം ഞാൻ ഹാജറായി, ഫീ ഹളറത്തിൽ ലിഖാ, അല്ലാഹുവിൻ്റെ തിരുദർശനത്തിൻ്റെ ഹളറത്തിൽ, അല്ലാഹുവിനെ കാണാൻ എല്ലാ ഖുതുബുകളോടൊപ്പം ഞാൻ ഹാജറായി. എത്ര എത്ര വലിയ വലിയ വൃത്താന്തമാണ്, അറിവുകളാണ് ഉപ്പാപ്പ പറഞ്ഞു തരുന്നത്. ഈ ഹളറത്തിൽ ലിഖാ, അല്ലാഹുവിനെ കാണുന്ന ഹളറത്തിലാണ് ഞാനും ഖുതുബീങ്ങളും ഇരുന്നത്. അപ്പോൾ ഫഗിബ്തു ബിഹി അൻഹും, ഞാൻ അവരിൽ നിന്ന് മറഞ്ഞു, വശാഹദ്തുഹു വഹ്ദീ, ഞാൻ മാത്രമാണ് അല്ലാഹുവിനെ എല്ലാ അർത്ഥത്തിലും കണ്ടത്. അല്ലാഹുവിനെ മാത്രമേ ഞാൻ അവിടെ ദർശിച്ചുള്ളൂ. അല്ലാഹുവിൻ്റെ തിരുഹളറത്തിൽ ഞാൻ ഇരുന്നപ്പോൾ പിന്നീട് മറ്റാരെയും കാണാനില്ല, അല്ലാഹുവിനെ മാത്രമാണ് ഞാൻ ദർശിച്ചത്. ഫമാ ശരിബൽ ഉശാഖു ഇല്ലാ ബഖിയതി, ഫമാ ശരിബൽ ഉശാഖു, ആശിഖീങ്ങൾ കുടിച്ചിട്ടില്ല, ഇല്ലാ ബഖിയതി, ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയല്ലാതെ അല്ലാഹുവിൻ്റെ ആശിഖീങ്ങൾ കുടിച്ചിട്ടില്ല. വഫളലതു കാസാതി ബിഹാ ശരിബു ബഅദി, ഞാൻ കുടിച്ച കോപ്പയുടെ ബാക്കിയുള്ളത്, ബിഹാ അതുകൊണ്ട്, ശരിബു അവരെല്ലാവരും കുടിച്ചു, ബഅദി എൻ്റെ ശേഷം. ഞാൻ അല്ലാഹുവിനെ വയറ് നിറയെ മനം നിറയെ കുടിച്ചു. അതിൽ നിന്ന്, ഞാൻ കുടിച്ച കപ്പിൽ നിന്ന് ബാക്കി വച്ചതാണ് അല്ലാഹുവിൻ്റെ എല്ലാ ആശിഖീങ്ങളും കുടിച്ചത്. വലൗ ശരിബു മാ ഖദ് ശരിബ്തു വആയനു മിനൽ ഹളറത്തിൽ അലിയായി സോഫിയ മൗലിദി, പാപ്പ പറയുകയാണ്, വലൗ ശരിബു, അല്ലാഹുവിൻ്റെ ആശിഖീങ്ങൾ കുടിച്ചിരുന്നെങ്കിൽ, മാ ഖദ് ശരിബ്തു, ഞാൻ കുടിച്ച അത്ര അവർ അല്ലാഹുവിനെ കുടിച്ചിരുന്നെങ്കിൽ, വആയനു, അവർ കണ്ടിരുന്നെങ്കിൽ, മിനൽ ഹളറത്തിൽ അലിയായി, അല്ലാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ ഹളറത്തിൽ വെച്ച് കണ്ടിരുന്നെങ്കിൽ, സ്വാഫിയ മൗരിദി, ഏറ്റവും മഹത്തായ സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ട കാഴ്ച അവർ കണ്ടിരുന്നെങ്കിൽ, ഞാൻ കുടിച്ചാത്ര അവർ കുടിച്ചിരുന്നെങ്കിൽ, ലഅംസൗ സുകാറാ ഖബല അയ്യഖ്റബുൽ മുദാ, ലഅംസൗ സുകാറാ, അവരെല്ലാം മസ്താന്മാരായി പോകുമായിരുന്നു. ഖബല അയ്യഖ്റബുൽ മുദാ, അല്ലാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായിടത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, അഥവാ അത് മുഴുവൻ കുടിക്കാൻ, ആ കാഴ്ച കാണാൻ ആർക്കും ശക്തിയില്ല, ആർക്കും കഴിവില്ല. അത് കണ്ടു നിൽക്കാൻ, അത് മുഴുവൻ മോന്തി കുടിക്കാനുള്ള പവറ് ഒരു ഖുത്ബിനും ഒരു ഗൗസിനും ഇല്ല.
വഅംസൗ ഹയാറാ മിൻ മുസാദമത്തിൽ വിർദി, അവരെല്ലാവരും ആകെ ഹൈറാനിയത്തിലായി പരിഭ്രമിച്ചു പോകുമായിരുന്നു. അള്ളാഹു എന്ന പരിശുദ്ധമായ കാഴ്ചയെ കണ്ടു നിൽക്കാനുള്ള പവർ ഒരു ഖുത്ബിനും ഒരു ഗൗസിനും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടതിന്റെ ബാക്കിയാണ് അവർ കണ്ടത്, ഞാൻ കുടിച്ചതിന്റെ ബാക്കിയാണ് എല്ലാവരും കുടിച്ചത്. ഉപ്പാപ്പ അതേ കാര്യം പല രീതിയിൽ വിശദീകരിക്കുന്നു. അനൽ ബദ്റു ഫിദ്ദുനിയാ വഗൈരി കവാകിബു. അനൽ ബദ്റു ഫിദ്ദുനിയാ, ഈ ദുനിയാവിലെ ബദർ ഞാനാണ്, പൂർണ്ണചന്ദ്രൻ ഞാനാണ്. വഗൈരി കവാകിബു, ഞാനല്ലാത്ത എല്ലാ ഖുത്ബുകളും ഗൗസുകളും നക്ഷത്രങ്ങളാകുന്നു. ഞാനാണ് ഇവിടെ ബദറുള്ളത്. അല്ലാഹുവിന്റെ ആകാശത്തിന്റെ ചുവട്ടില് ഷംസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പയാണ്. ആ ആകാശത്തിന്റെ ചുവട്ടിൽ ഒരൊറ്റ ബദ്രയുള്ളൂ, അത് ഞാനാണ്. വഗൈരി കവാകിബു, മറ്റെല്ലാ ഖുത്ബുകളും ഗൗസുകളും അവരെല്ലാം നക്ഷത്രങ്ങളാണ്. വകുല്ലു ഫതയഹ്വാ ഫദാലികുമു അബ്ദി. അല്ലാഹുവിന് ഇഷ്ടം വെക്കുന്ന ഏതൊരാൺകുട്ടിയുണ്ടോ, അല്ലാഹുവിന് ഇഷ്ടം വെക്കുന്ന ഏതൊരു ഖുത്ബുണ്ടോ ഗൗസുണ്ടോ, ഫദാലികുമു അബ്ദി, അവരൊക്കെ എൻ്റെ അടിമകളാണ്, അവരൊക്കെ എൻ്റെ താഴെ വരുന്ന, ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. അവരൊക്കെ എൻ്റെ അടിയാളന്മാരാണ്, ഞാൻ അവരുടെയൊക്കെ യജമാനരാണ്. ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയെ പറ്റി തന്നെ വിശദീകരിച്ച് പല രൂപത്തിൽ പല രീതിയിൽ പറയുന്നു. നേരത്തെ പറഞ്ഞത് ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയാണ് എല്ലാവരും കുടിച്ചത്, ഞാനാണ് ബദർ. മറ്റെല്ലാ ആളുകളും മറ്റെല്ലാ ഖുത്ബുകളും ഗൗസുകളും അവരെല്ലാം നക്ഷത്രങ്ങളാണ്, ഞാൻ അവർക്ക് ബദറാണ്. പിന്നീട് ഉപ്പാപ്പ പറയുന്നു വബഹരി മുഹീത്തും ബിൽ ബിഹാരി ബിഅസ്രിഹാ. വബഹരി, ഞാനാകുന്ന ബഹർ, മുഹീത്തും ബിൽ ബിഹാരി ബിഅസ്രിഹാ, എല്ലാ കടലുകളോടും ചുറ്റപ്പെട്ടതാണ്. വലിയ വലിയ ഗൗസീങ്ങൾ മാരിഫത്തിന്റെ ബഹറുകളാണ്. ആ ബഹറുകളായ എല്ലാ ബഹറുകളെയും ചുറ്റിയിരിക്കുന്ന, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാസമുദ്രമാണ് ഞാൻ. വബഹരി മുഹീത്തും ബിൽ ബിഹാരി ബിഅസ്രിഹാ വഇൽമി ഹവാ മാ കാന ഖബ്ലി വമാ ബഅദി. എൻ്റെ അറിവ് ഞാനുണ്ടാകുന്നതിന് മുമ്പും ഞാൻ ഉണ്ടായതിന് ശേഷവുമുള്ള എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പ്രപഞ്ചം പടച്ച അന്നു മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ അറിവുകളും ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു, അതെല്ലാം എനിക്കറിയാം. വസിരി, ഞാനാകുന്ന രഹസ്യം, ലഹുൽ അസ്റാർ, ഞാനാകുന്ന രഹസ്യത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. തുസ്ജറു ഫിദ്ദുജാ, ആ രഹസ്യങ്ങൾ തെളിക്കപ്പെടുന്നു ഏതുപോലെ, കസജിരി സഹാബിൽ ഉഫഖി മിമ്മാലക്കി റഅദി, ഇടിമിന്നൽ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ ചട്ടവാറടി കൊണ്ട് ചക്രവാളത്തിൽ മേഘങ്ങള് പോകുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ. അഥവാ എൻ്റെ രഹസ്യങ്ങള്, ആ രഹസ്യങ്ങൾക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതിനെപ്പറ്റി മനസ്സിലാക്കാൻ നിങ്ങൾക്കത് മിന്നൽ പിണർ പോലെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫയാമാദിഹി, ഉപ്പാപ്പ ലൈസൻസ് തരികയാണ്. ഫയാമാദിഹി, എന്നെ മദ്ഹ് പറയുന്നവനെ, ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാനെ മദ്ഹ് പറയുന്നവനെ, ഖുൽ മാ തശാ,
നീ ഉദ്ദേശിച്ചതെല്ലാം പറഞ്ഞോളൂ. വലാ തഖഫ്, നീ ഒന്നും ഭയപ്പെടേണ്ടതില്ല, നീ പറഞ്ഞത് കൂടിപ്പോയി എന്ന് കരുതേണ്ടതില്ല. ഖുൽ മാ തശാ, നീ ഉദ്ദേശിച്ചതെല്ലാം പറഞ്ഞോളൂ. ലക്കൽ അംനു ഫിദ്ദുനിയാ ലക്കൽ അംനു ഫീ ഗദീ, ഈ ദുനിയാവിൽ നിനക്ക് സുരക്ഷിതത്വമുണ്ട്, ആഖിറത്തിലും നിനക്ക് എല്ലാ സുരക്ഷിതത്വവും ഉണ്ട്. ഞാനാണ് നിന്റെ കഫീൽ, ഞാനാണ് നിന്റെ വക്കീൽ, നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്നെപ്പറ്റി നിനക്ക് ഇഷ്ടമുള്ള എല്ലാ നല്ല മദ്ഹുകളും പറഞ്ഞോളൂ. فإن شئت أن تحظى بعز وقربتي فداوم على حبي وحافظ على عهدي. فإن شئت, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അൻ തുഹ്ളാ ബിഇസ്സിൻ വഖുർബതി, നിനക്ക് എന്നോട് അടുക്കണം, നിനക്ക് വലിയ അഭിമാനകരമായ സ്ഥാനം കിട്ടണം, എന്നോടുള്ള അടുപ്പം കിട്ടണം എന്ന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫദാവിം അലാ ഹുബ്ബി വഹാഫിള് അലാ അഹ്ദി, എന്നോടുള്ള മഹബ്ബത്തിൽ നീ നിത്യമായി നിലകൊള്ളുക, ആ സ്നേഹത്തിലായി ജീവിക്കുക, എൻ്റെ ഇഷ്ഖിലായി നീ ജീവിക്കുക. വഹാഫിള് അലാ അഹ്ദി, എന്നോട് നീ ചെയ്ത കരാറുകൾ അതെല്ലാം അതിൻ്റെ മുറ പോലെ സൂക്ഷിച്ച് ജീവിക്കുക. എന്നാൽ നിനക്ക് എന്നോടുള്ള അഭിമാനകരമായ അടുപ്പം ഉണ്ടാകുന്നതാണെന്ന് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ അവിടുത്തെ മുരീദന്മാരോട് വാഗ്ദാനം ചെയ്യുകയാണ്. പിന്നീട് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയെ പറ്റി വിശദീകരിക്കുന്ന മറ്റൊരു സ്ഥലമാണ് നാമെല്ലാം ജലാലിയ റാത്തീബിൽ പറയുന്ന വരികൾ. ഉപ്പാപ്പ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റൊരു രീതിയിൽ പറയുകയാണ്. സഖാനിൽ ഹുബ്ബു കഅസാത്തിൽ വിസാലി ഫഖുൽതു ലിഖംറതി നഹ്വി തആലി. സഖാനിൽ ഹുബ്ബു, അല്ലാഹുവിനോടുള്ള എൻ്റെ സ്നേഹം എന്നെ കുടിപ്പിച്ചു. കഅസാത്തിൽ വിസാലി, അല്ലാഹുവുമായി ചേരുന്ന കോപ്പകൾ, അതാണ് എന്നെ കുടിപ്പിച്ചത്. ഇഷ്ഖിന്റെ മഹബത്തിന്റെ പാനീയം എന്നെ കുടിപ്പിച്ചു. ഫഖുൽതു ലിഖംറതി, അങ്ങനെ ഞാൻ കുടിച്ചപ്പോൾ ആ എൻ്റെ ഹംറത്ത്, ആ മസ്ത്, അതിനോട് ഞാൻ പറഞ്ഞു, നഹ്വി തആലി, നീ എന്നിലേക്ക് വരിക. അല്ലാഹുവിനോടുള്ള മഹബത്തിനോട് എന്നിലേക്ക് വരാൻ ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ സഅത്ത് വമശത് ലിനഹ്വി ഫീ കൂസി ഫഹിംതു ബിസക്റതി ബൈനൽ മാവാലി. അല്ലാഹുവിനോടുള്ള ആ സക്രത്ത്, അല്ലാഹുമായുള്ള ഹുബ്ബെന്ന മസ്ത്, അത് എന്നിലേക്ക് നടന്നു വന്നു. ഫീ കൂസി, പല കോപ്പകളിലായി, പല രീതികളിലായി അല്ലാഹു എന്ന ആ ഹുബിന്റെ ആ മസ്ത് എന്നിലേക്ക് നടന്നു വന്നു. ഫഹിംതു ബിസക്റതി ബൈനൽ മവാലി, മവാലികൾക്കിടയിൽ നിന്ന് എൻ്റെ മസ്ത് കൊണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അള്ളാഹുവിനെ കൊണ്ടുള്ള മസ്ത്, അള്ളാഹുവിലുള്ള മസ്ത്, അതിലെല്ലാം ഞാൻ തെളിഞ്ഞു മനസ്സിലാക്കി. ഫഖുൽതു ലിസായിരിൽ അഖ്താബിലുമൂ, അങ്ങനെ അള്ളാഹുവിനെ മതിവരുവോളം മോന്തിക്കുടിച്ചപ്പോൾ എല്ലാ ഖുത്ബുകളോടും ഞാൻ പറഞ്ഞു. പാപ്പയുടെ വാക്ക് നോക്കണം. ഈ എല്ലാ വലികളും മേലെ ഖുത്ബാണോരും എന്നോട് വീട്ടിലെ പുള്ളർ ആദന്നോവർ. എല്ലാ ഖുത്ബുകളോടും ഞാൻ പറഞ്ഞു, അവർക്ക് താഴെയാണല്ലോ ഗൗസ്, അവർക്ക് താഴെയാണല്ലോ വലി, ഖുത്ബിന് താഴെയാണല്ലോ ഷെയ്ഖ്, ഷെയ്ഖിന് താഴെയാണല്ലോ വലിയ. അപ്പോ എല്ലാ ഖുത്ബുകളോടും ഞാൻ പറഞ്ഞു, ലുമ്മൂ ബിഹാനി,
എൻ്റെ ഹൈമയിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഹദറത്തിലേക്ക് നിങ്ങൾ വരിക. കുത്തുബുകളോടാണ് കൽപ്പന. വദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കുക. അൻതും റിജാലി, നിങ്ങളൊക്കെ എൻ്റെ റിജാലാണ്, എൻ്റെ ആളുകളാണ്. വഹീമു വശ്റബു അൻതും ജുനൂദി, നിങ്ങൾ എന്നെ ഉദ്ദേശിക്കുക, നിങ്ങൾ ഇഷ്ഖിന്റെ പാനീയം കുടിക്കുക. അൻതും ജുനൂദി, നിങ്ങളൊക്കെ എൻ്റെ സൈന്യങ്ങളാണ്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ഖുതുബുൽ അഖ്താബാണ്. എല്ലാ ഖുതുബീങ്ങളും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ സൈന്യങ്ങളാകുന്നു. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ രാജാവാണ്. എല്ലാ ഖുതുബീങ്ങളും ആ രാജാവിന്റെ പടയാളികളാണ്. അൻതും ജുനൂദി ഫസാഖിൽ ഖൗമി ബിൽവാഫി മാലാലി, ഓ ഖുതുബീങ്ങളെ, നിങ്ങളെ കുടിപ്പിക്കുന്ന ഞാൻ വയറ് നിറച്ച് കുടിച്ചിരിക്കുന്നു, മനം നിറയെ അള്ളാഹുവിനെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനെ കുടിക്കുക, അള്ളാഹുവിനെ കഴിക്കുക, അള്ളാഹുവിൽ ലയിക്കുക. ശരിബത്തും ഫളലതി മിൻ ബഅദി സൂക്കിരി, നിങ്ങളെല്ലാം കുടിച്ചത് ഞാൻ സുക്ർ ആയതിന്റെ ശേഷമുള്ള ബാക്കിയാണ്, ഞാൻ കുടിച്ചതിന്റെ ബാക്കിയാണ് നിങ്ങൾ കുടിച്ചത്. വലാനിൽതും ഉലുവി വത്തിസ്വാലി, നിങ്ങളാരും ഞാനെത്തിയ ഉയർന്ന സ്ഥാനം, ഞാനെത്തിയ വസൂലിന്റെ മഖാമിൽ നിങ്ങൾ ഖുത്ബീങ്ങളെ ആരും എത്തിച്ചിട്ടില്ല. മഖാമുക്കുമുൽ ഉലാ ജംഅൻ വലാകിൻ, ആ സമയത്ത് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ഖുത്ബീങ്ങളുടെ സ്ഥാനത്തിന്റെ മഹത്വത്തെ പറ്റി പറയുകയാണ്. മഖാമുക്കുമുൽ ഉലാ, നിങ്ങളുടെ സ്ഥാനം, അൽ ഉലാ, അത് ഏറ്റവും ഉന്നതമാണ്. ഖുത്ബീങ്ങളെ ജംഅൻ, നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സ്ഥാനങ്ങളും ഏറ്റവും ഉന്നതമായ മഖാമാണ്. പക്ഷേ വലാകിൻ മഖാമി ഫൗഖക്കും, പക്ഷേ എൻ്റെ മഖാം നിങ്ങളുടെ മുകളിലാണ്. മാസാല അലി, അത് ഉയർന്നുയർന്നുയർന്നുയർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ എത്ര കണ്ടുയരുന്നുവോ ഞാൻ അതിന് മുകളിലേക്ക് 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 പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മഖാമാവട്ടെ ഏറ്റവും ഉന്നതമായ മഖാമാണ്. അപ്പോൾ എൻ്റെ മഖാം ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തങ്ങൾ പാപ്പയുടെ വചനങ്ങൾ. അനാ ഫീ ഹളറതി തഖരീബി വാഹിദി, പാപ്പ പറയുകയാണ്, അനഫി ഹളറത്തി തഖരീബ്, അള്ളാഹുവിന്റെ ഖുർബത്തിന്റെ ഹളറത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ഹളറത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. വഹ്ദി, ഞാൻ ഒറ്റക്കാണ്, എൻ്റെ കൂടെ മറ്റൊരു വലിയില്ല, മറ്റൊരു ഷെയ്ഖില്ല, ഖുത്ബില്ല, ഗൗസില്ല, എൻ്റെ മുകളിൽ ഒരാളില്ല. ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയല്ലാതെ. യുസ്വരിഫുനി, അല്ലാഹുവാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വഹസ്ബി ദുൽ ജലാലി, ദുൽ ജലാലി വൽ ഇക്രാമായ ജല്ല ജലാലായ അല്ലാഹു മതി എനിക്ക് എല്ലാ കാര്യത്തിനും. അനൽ ബാസിയു അഷ്ഹബു കുല്ലി ശൈഖി, അനൽ ബാസിയു, ഉപ്പാപ്പ പറയുകയാണ്, അനൽ ബാസിയു, ഞാൻ രാജകിളിയാണ്. അള്ളാഹുവിന്റെ മശായഖന്മാർ, ഖുത്ബീങ്ങൾ, ഗൗസിയങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് പറക്കുന്ന റൂഹിന്റെ കിളികളാണെങ്കിൽ ആ കിളികളുടെ രാജാവായ രാജകിളിയാണ് ഞാൻ. അഷ്ഹബു കുല്ലി ശൈഖിൻ, ഏറ്റവും കൂടുതൽ കത്തിജ്വലിക്കുന്ന ശൈഖാണ് ഞാൻ. വമൻ ദാ ഫിൽ മലഉഅത മിസാലി, ഈ പ്രപഞ്ചത്തിൽ എനിക്ക് കിട്ടിയതുപോലെ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഈ ലോകത്ത് അല്ലാഹു പടച്ചതിൽ
എനിക്ക് കിട്ടിയ ഈ മഖാം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ആർക്കും ലഭിച്ചിട്ടില്ല. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുത്ബ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. ദറസ്തുൽ ഇൽമ, ഞാൻ ഇൽമു പഠിച്ചു. അല്ലാഹു അലമു പാപ്പ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. ഹത്താ സിർതു ഖുത്ബ, അങ്ങനെ ഞാൻ ഖുത്ബായി മാറി, ഖുത്ബിന്റെ മഖാമിലെത്തി. വനിൽതു സഅദ മിൻ മൗലൽ മവാലി, എല്ലാ വിജയങ്ങളും എല്ലാ മവാലികളുടെയും മൗലയായ അല്ലാഹുവിൽ നിന്ന് തന്നെ ഞാൻ നേടിയെടുത്തിരിക്കുന്നു. കസാനി ഖൽഅതം ബിത്റാസി ഇസ്സി വതവജനി ബിതിജാനിൽ കമാലി. കസാനി, അല്ലാഹു എന്നെ ധരിപ്പിച്ചിരിക്കുന്നു. ഖൽഅതൻ, വലിയൊരു മഹത്വത്തിന്റെ വസ്ത്രം. ബിത്റാസി ഇസ്സിൻ, അല്ലാഹുവിന്റെ ഇസ്സത്തിന്റെ ഏറ്റവും ഉന്നതമായ വസ്ത്രം, സ്ഥാനവസ്ത്രം അല്ലാഹു എന്നെ ധരിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല വതവജനി, അല്ലാഹു എനിക്ക് കിരീടം അണിയിച്ചിരിക്കുന്നു, താജ് ധരിപ്പിച്ചിരിക്കുന്നു. ബിതീജാനിൽ കമാലി, കമാലിയത്തിന്റെ എല്ലാ തീജാൻ, എല്ലാ കിരീടങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് ധരിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല വഅത്ലഅനി അലാ സിർരിൻ ഖദീമി വഖല്ലദനി വഅഅതാനി സുആലി. വഅത്ലഅനി, അല്ലാഹു എനിക്ക് വെളിപ്പെടുത്തി തന്നു. അലാ സിർരിൻ ഖദീമിൻ, ആ ഏറ്റവും ഖദീമായ രഹസ്യം, ഏറ്റവും ഖദീമായ രഹസ്യം അല്ലാഹുവാണ്. അല്ലാഹുവാണ് ഖദീമായ അല്ലാഹുവിന്റെ രഹസ്യം. അല്ലാഹുവിനെ തന്നെ അല്ലാഹു എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. വഖല്ലദനി, അല്ലാഹു എനിക്ക് മാലാണിച്ചു തന്നിരിക്കുന്നു. വഅഅതാനി സുആലി, ഞാൻ ചോദിച്ചതെല്ലാം അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല വവല്ലാനി അലൽ അഖ്താബി ജംഅ ഫഹുക്മി നാഫിദുൻ ഫീ കുല്ലി ആലി. എല്ലാ ഖുത്ബുകൾക്കും മുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ ഇരുത്തിയിരിക്കുന്നു. എല്ലാ ഖുത്ബുകളെയും നിയന്ത്രിക്കാനുള്ള അധികാരം അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്നു. ഫഹുക്മി നാഫിദുൻ ഫീ കുല്ലി ആലി, എത്ര ഉയർന്ന മഹാനാണെങ്കിലും അവരിലെല്ലാം എന്റെ വിധിയാണ് നടപ്പിലാകുന്നത്. എല്ലാവരുടെ കാര്യത്തിലും തീരുമാനമെടുക്കുന്നത് ഞാനാകുന്നു. അതിനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് തന്നിരിക്കുന്നു. അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തങ്ങൾ പാപ വീണ്ടും വിശദീകരിക്കുന്നു. ഫലൗ അൽഖൈതു സിരി വസ്താനാരി ലദഅബത് വൻതഫത് മിൻ സിരി ഹാലി. ആ ഉന്നതമായ ജലാലിയത്തിന്റെ പവറാണ്. എന്റെ സിറിനെങ്ങാനും വസ്തനാരീയരാഗ്നിക്ക് നടുവിലിട്ടാൽ, ഇനി നരകത്തിലിട്ടാൽ എന്നും അർത്ഥം പറയാം. ലദഅബത് വൻതഫത് മിൻ സിരി ഹാലി, എന്റെ സിറിനെങ്ങാനും അഗ്നിയിലിട്ടാൽ, നരകത്തിലിട്ടാൽ ആ നരകം തന്നെ കെട്ടുപോകും, ആ അഗ്നി അണഞ്ഞു പോകും. അത്രയും പവറുള്ളതാണ് എന്റെ സിറ്. വലൗ അൽഖൈതു സിരി ഫൗഖ മൈതി ലഖാമ ബിഖുദ്റത്തിൽ മൗലാ സഅലി. എന്റെ രഹസ്യത്തെ ഒരു മയ്യത്തിന്റെ മുകളിലിട്ടാൽ, ആ ഇട്ട നിമിഷം ആ മയ്യത്ത് ഹയാത്തോടു കൂടെ ജീവിച്ച് ജീവനോടെ നടന്നു വരുന്നതാണ്. വലൗ അൽഖൈതു സിരി ഫീ ജിബാലി
ലദുക്കത് വഖതബത് ബൈന റിമാലി. എന്റെ രഹസ്യങ്ങളെ, എന്റെ രഹസ്യത്തെങ്ങാനും പർവ്വതങ്ങൾക്ക് മുകളിലിട്ടാൽ ലദുക്കത് വഖതബത് ബൈന റിമാലി, ആ പർവ്വതങ്ങളെല്ലാം പൊടി പൊടിയായി മരുഭൂമിയായി മാറുന്നതാണ്, മണൽ തരികളായി മാറുന്നതാണ്. അത്രയും പവറുള്ളതാണ് എന്റെ സിറ്. വലൗ അൽഖൈതു സിരി ഫീ ബിഹാരി ലസ്വാറൽ കുല്ലു ഗൗറൻ ഫി സവാലി. എന്റെ സിറിനെ സപ്തസമുദ്രങ്ങളിൽ ഇട്ടാൽ, അള്ളാഹു പടച്ച ബഹറുകളിൽ ഞാനാകുന്ന സിറിനെ ഇട്ടാൽ ആ ബഹറുകൾ മുഴുവൻ വറ്റിപ്പോകുന്നതാണ്. അത്രയും പവറുള്ളതാണ് എന്റെ സിറ്. അല്ലാഹു അക്ബർ. ഔസുല്ലാദൻ തങ്ങളുപ്പാപ്പ കുത്തുബീങ്ങൾക്ക് പോലും പിടികൊടുക്കാത്ത ഗൗസുല്ലാദൻ തങ്ങളുപ്പാപ്പ. പിന്നെയല്ലേ നമ്മുടെ കാര്യം, നമ്മളൊന്നും അതിൽ ചർച്ചയിൽ തന്നെ ഇല്ല. ഏതൊരു കാലമാണെങ്കിലും ഏതൊരു മാസമാണെങ്കിലും അത് കടന്നു വരുമ്പോ ആദ്യം എൻ്റെ അടുത്ത് വരുന്നതാണ്. ഏതൊരു ദിവസമാണെങ്കിലും ആഴ്ചയാണെങ്കിലും മാസമാണെങ്കിലും അത് വരുമ്പോ ആദ്യം എന്നോട് വന്ന്, എൻ്റെ ഹളറത്തിൽ വന്ന്, ആ ദിവസത്തിൽ, ആ ആഴ്ചയിൽ, ആ മാസത്തില്, ആ വർഷത്തിൽ എന്തെല്ലാമാണോ നടക്കുന്നത് എന്നെല്ലാം എനിക്ക് വളരെ വ്യക്തമായി വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ തർക്കിക്കാനില്ല, എന്നോടാരും തർക്കിക്കാൻ വരണ്ട. കാലത്തിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ നാടുകളുടെ കാര്യമോ? അള്ളാഹു പടച്ച ഈ പ്രപഞ്ചം മുഴുവൻ ബിലാദുല്ലാഹി മുൽകി തഹ്ത ഹുക്മി വവഖ്തി ഖബ്ലി ഖസ്ഫാലി. അള്ളാഹുവിന്റെ ഭൂമി മുഴുവൻ, ആകാശം മുഴുവൻ, എല്ലാ ഇടങ്ങളും മുൽക്കി, അത് എൻ്റെ അധികാരത്തിലാണ്. തഹ്ത ഹുക്മി, എൻ്റെ അധികാരത്തിന്റെ പരിധിക്ക് ഉള്ളിലാണ്. വവഖ്തി ഖബ്ലി ഖസ്ഫാലി, എൻ്റെ സമയം ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തെളിഞ്ഞു വന്നിരിക്കുന്നു. ഞാൻ കൃത്യസമയത്താണ് വന്നത്. അതിനു മുമ്പും എന്റേതാണ്, അതിന്റെ ശേഷവും എന്റേതാണ്. ഖുബൂലി ഫിസ് സമാവൽ അർളി ദുഖത് വശാഉസു സഅദതി ഖദ് ബദാലി. ഖുബൂലി, എന്റെ തബല, എന്റെ ദഫ്, ഫിസ് സമാവൽ അർളി ദുഖത്, ആകാശത്തിലും ഭൂമിയിലും എല്ലാം അത് മുട്ടപ്പെട്ടിരിക്കുന്നു. എല്ലായിടത്തും എന്റെ വാദ്യമേളങ്ങളാണ് നടക്കുന്നത്. വശാഉസു സഅദതി ഖദ് ബദാലി, വിജയം അത് എല്ലാ അർത്ഥത്തിലും എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എന്റേതാണ് വിജയം. ഇനി എന്റെ പേരും അഡ്രസ്സും പറഞ്ഞു തരാം ഉപ്പാപ്പ. എല്ലാം വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ്. അനൽ ജീലാനി, ഞാൻ ജീലാൻകാരനാണ്. മുഹിയുദ്ദീനു ഇസ്മി, എന്റെ പേര് മുഹിയുദ്ദീൻ എന്നാകുന്നു. വഅലാമി അലാ റൂസിൽ ജിബാലി, എന്റെ കൊടികൾ, ഖാദിരിയത്തിന്റെ കൊടികൾ ഏറ്റവും ഉന്നതമായ പർവ്വതങ്ങൾക്ക് മുകളിലാണ് നാട്ടപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും ഉന്നതമായ ഇടം എവിടെയുണ്ടോ അവിടെയാണ് എന്റെ സ്ഥാനം ഉള്ളത്. അനൽ ഹസനിയോ വൽ മിഖ്ദഅ മഖാമി വഖദാമി അലാ ഉനുഖി റിജാലി, ഞാൻ ഹസനിയാണ്. എൻ്റെ വല്ലിപ്പ ഹസൻ റളിയല്ലാഹു അൻഹു വഴിക്കാണ് അലി റളിയല്ലാഹു അൻഹു വഴി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയിലേക്ക് എത്തുന്നത്.
വൽ മിഖ്ദഅ മഖാമി, എൻ്റെ മഖാമു മിഖ്ദഅാണ്. മിഖ്ദഅ മഖാമിനെ കുറിച്ച് മുമ്പ് പല ക്ലാസ്സുകളിലും വിശദമായി വിശദീകരിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഏറ്റവും ഉന്നതമായ അള്ളാഹുവിനോട് അടുത്ത് കിടക്കുന്ന ഒരു ഖുതുബിനും ഒരു ഗൗസിനും എത്തിപ്പെടാൻ കഴിയാത്ത മഖാമാണ് മിഖ്ദഅ മഖാം. വഖദാമി അലാ ഉനുഖിർ റിജാലി, എൻ്റെ പാദങ്ങൾ അള്ളാഹുവിൻ്റെ അഖ്താബീങ്ങളുടെ പിരടികൾക്ക് മുകളിലാകുന്നു. അല്ലാഹു അക്ബർ. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ, ആർക്കും പിടികൊടുക്കാത്ത ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ, അള്ളാഹുവിൻ്റെ ഉന്നതന്മാരായ മശായിഖന്മാർക്ക് പോലും പൂർണ്ണമായും മനസ്സിലാകാത്ത ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ, ആ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഖാദിരിയ്യ തരീഖത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു ഈ ജന്മത്തിൽ എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും ഈ വഴിയിലെത്തിയതിന് അള്ളാഹുവിനോട് എത്ര ശുക്ർ പറഞ്ഞാലും മതിയാവുകയില്ല. ഏറ്റവും വലിയ ശുക്ർ എന്ന് പറയുന്നത് നമ്മുടെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പ തന്ന ഈ ദിക്റുർ റൂഹി മുഷാഹദ, ഇത് അധികരിപ്പിക്കുക എന്നാണ്. ഈ ദിക്ർ അധികരിപ്പിക്കലാണ് ഈ ദിക്റിന്റെ ഏറ്റവും വലിയ ശുക്ർ. ഇത് എന്തുമാത്രം ചെയ്യുന്നുവോ ഈ പറഞ്ഞ ഈ മഹാരഹസ്യങ്ങളുടെ എല്ലാം അറ്റം കാണാത്ത ലോകത്തിന്റെ വാതിലുകൾ ഉപ്പാപ്പയുടെ ഔദാര്യം കൊണ്ട് തുറന്നു കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖാദിരിയ്യ തരീഖത്തിന്റെ ദിക്ർ ഇതുവരെ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഉപ്പാപ്പയുടെ മുരീദും ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ, ജാദിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട ദിക്ർ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദിക്ർ കിട്ടിയവർ ഉപ്പാപ്പ സ്ഥാപിച്ച മജ്ലിസുകളുമായി ഉപ്പാപ്പയുമായി ബന്ധപ്പെട്ട് ഇതിലായി നിലകൊണ്ട് ഇതിലായി ജീവിച്ചു മുന്നേറുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.